പാസ്റ്റർ കണ്ടോ, ഇത്രയും വ്യത്യാസം പാസ്റ്റർക്കായി. നമ്മൾ ആ തക്ക സമയത്ത് ചികിത്സ കൊടുക്കാൻ കർത്താവ് സഹായിച്ചു. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് കൊച്ചുകുഞ്ഞു പാസ്റ്ററുടെ ഈ വാടക ഭവനത്തിൽ ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഞാൻ രാത്രി ഏകദേശം ഒരു 12-1 മണിയോടുകൂടിയാണ് കൊച്ചുകുഞ്ഞു പാസ്റ്ററുടെ വീട്ടിലെത്തിയത് വീഡിയോ എടുക്കാൻ. വെള്ളക്കുഴിക്കകത്തായിരുന്നു ആ വീട് ഉണ്ടായിരുന്നത്. അതിനകത്ത് പുല്ല് കിളിച്ച് നിന്ന ഒരു മൺതറ മാത്രം കെട്ടിയ ഒരു തകരം കൊണ്ട് 4 ചുവരും 4 സൈഡും മേൽഭാഗവും തകരും കൊടും ചൂടത്ത് കിടക്കുകയായിരുന്നു. താഴെ വെറും പച്ച മണ്ണായിരുന്നു, പുല്ലൊക്കെ കിളിച്ച് നിൽക്കുന്നത് പ്രിയമുള്ളവർ കണ്ടല്ലോ. ഇപ്പോൾ ഈ കൊച്ചുകുഞ്ഞു പാസ്റ്ററുടെ വീട്ടിൽ അവർക്ക് തൽക്കാലം ഒരു വീട് ഒരു വീട് വാടകയ്ക്ക് എടുത്തു. അതിന് ഇപ്പം ഒരു അങ്കിള് മാസം തോറും ആ വാടകയുടെ പൈസ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ വീട്ടിലേക്ക് അവർ മാറിയത്. അവർക്ക് ഇനിയിപ്പം ആ സ്ഥലത്ത് പണി ആരംഭിക്കുകയാണ്, വീടിൻ്റെ പണി. നമ്മൾ ഈ വീഡിയോ ഇട്ടതിന് ശേഷം അവർക്ക് ലഭിച്ചത് 8,04,496 രൂപ 60 പൈസയാണ് അവർക്ക് ലഭിച്ചത്. 8,04,496 രൂപ 60 പൈസ അവർ തന്ന സ്റ്റേറ്റ്മെന്റ് അനുസരിച്ച്. പ്രിയമുള്ളവരെ, കൊച്ചുകുഞ്ഞു പാസ്റ്റർ നമുക്കൊന്ന് കാണാം. ഇപ്പോൾ സന്തോഷമുള്ളത്, അന്ന് മൂക്കിൽ ട്യൂബൊക്കെ ഇട്ടിരിക്കുകയായിരുന്നു. പിന്നെ മൂത്രം പോകാൻ വേണ്ടി പ്രത്യേകം ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. അതെല്ലാം ആ ട്യൂബെല്ലാം മാറ്റി, മൂത്രം പോകാനുള്ള ട്യൂബ് മാറ്റി. ഇപ്പോൾ ഭക്ഷണം വായിക്കൂടെ കഴിക്കാൻ തുടങ്ങി. നമ്മളെ സഹായിച്ച പൈസ കൊണ്ട് പാസ്റ്റർക്ക് ചികിത്സ ചെയ്യാനെന്ന് കർത്താവ് അനുഗ്രഹിച്ചു. ഒരുപാട് മാറ്റം പാസ്റ്റർക്ക് വന്നിട്ടുണ്ട്. ദയവായിട്ട് പാസ്റ്ററെ നമുക്കൊന്ന് കാണാം, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പാസ്റ്റർ ഇപ്പോൾ നടക്കും. പാസ്റ്റർ കിടന്നോ, എഴുന്നേക്കണ്ട, വടി പിടിച്ച് പാസ്റ്റർ ഇത് നടക്കും. ഒത്തിരി വ്യത്യാസം ദൈവദാസൻ ദൈവം നൽകി. അപ്പോൾ തന്നെ തണുത്ത തറയിൽ നിന്ന് ആ വെള്ളം കയറുന്ന ആ സ്ഥലം, നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുമ്പോഴാണ് ദൈവദാസനും ദൈവദാസിക്ക് അനുഭവിച്ച വേദന മനസ്സിലാക്കിയുള്ളൂ. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് അവരുടെ വാക്കുകളിലേക്ക് പോകാം. കൊച്ചുകുഞ്ഞു പാസ്റ്റർ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ സാഹചര്യം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞല്ലോ, അന്ന് നമ്മൾ കണ്ട മൂക്കി ട്യൂബൊക്കെ ഇട്ടിട്ടാണ്. മൂത്രം പോകാനുള്ള പ്രത്യേക ട്യൂബൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം ദൈവം മാറ്റി. ഇനി തുടർന്ന് പ്രിയമുള്ളവർ സംസാരിക്കും. ഞങ്ങൾക്ക് പാർട്ടിന്ന് വീട് വലിയ കഷ്ടത്തിലായിരുന്നു. ഞങ്ങൾ വെള്ളം ചെയ്യാൻ കിടക്കുന്ന ശ്രീയാസും ഉണ്ടായിരുന്നു. പാസ്റ്റർ അടുത്ത് വന്ന് വീഡിയോ എടുത്ത് എന്ത് ചെയ്യാൻ അറിയാൻ പക്ഷേ സന്തോഷമായി. എനിക്കൊരു വണ്ടിയുണ്ട്. ആ വീഡിയോ കണ്ട് ഇതിൻ്റെ സാമ്പത്തിക സഹായം അയച്ചവർക്ക് എല്ലാവർക്കും നന്ദിയും എല്ലാവരും അവരിൽ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്. ദൈവം ഈ അവസ്ഥയിൽ ബാക്കി പൈസ കൊണ്ട് അവിടെ വീട് വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. വീട് വെച്ച് സന്തോഷമായി ദൈവത്തെ വിളിച്ച് തരാൻ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കും. ഈ അവസ്ഥ അങ്ങനെയാണ്. ഇപ്പം എഴുതിട്ട് നടക്കുകയും മടി പോകുന്നതാണ് ഒക്കെ ചെയ്യുന്നത്. പാസ്റ്റർക്ക് നമ്മൾ അങ്ങനെ ഒരു ചികിത്സ കൊടുക്കാൻ ഞങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ ചെയ്തത് വളരെ നന്നായി. ഓക്കെ, അതുകൊണ്ട് ഒത്തിരി ആശ്വാസം പാസ്റ്റർക്കുണ്ട്. ആൻറ്റി സംസാരിച്ചാട്ടെ. ഞങ്ങളുടെ അവസ്ഥ കണ്ട് പാസ്റ്റർ വന്ന് ഞങ്ങൾക്ക് വേണ്ട സഹായവും മീഡിയയിൽ ഞങ്ങൾക്ക് തന്നതിന് നന്ദി രേഖപ്പെടുത്തുന്നു. അനേകം ഞങ്ങളെ സഹായിച്ചതിന് ദൈവനാമത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. നീ ഒരു കൊച്ചു വീട് വേണം,
കൊച്ചു വീട് വേണം. ഇപ്പം അവരുടെ വീട് പണി തുടങ്ങാനായിട്ട് പോവുകയാണ്. അവർ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ അവർക്ക് അവിടെ തന്നെ താമസിക്കണമെന്നാണ് ആഗ്രഹം. അത് മണ്ണിട്ട് പൊക്കി അവിടെ വീട് പണിയാനാണ് ആഗ്രഹിക്കുന്നത്. ഇവർക്ക് ലഭിച്ചതായിരിക്കുന്ന പൈസ കൊണ്ട് വീടിന് 450 സ്ക്വയർ ഫീറ്റുള്ളൊരു വീട് പണിയാനുള്ള കരാറ് ഇപ്പോൾ കൊടുത്തു. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ നമ്മൾ ആ വീടിൻ്റെ പണി പൂർത്തീകരിക്കാൻ കർത്താവ് സഹായിക്കട്ടെ. ഈ പ്രിയമുള്ളവരുടെ സന്തോഷത്തിൻ്റെ കണ്ണുനീരാണ്. അത്ര കഷ്ടത്തിലാണ് അവരവിടെ കിടന്നത്. നമുക്കെല്ലാം നൊമ്പരം ഉണ്ടാകുന്ന ഒരു വലിയൊരു കാഴ്ചയാണ്. ഏതായാലും ശരി, പ്രിയമുള്ളവരുടെ വീടിൻ്റെ പണി കാര്യങ്ങളും ഒക്കെ ഞാൻ സമയാസമയം വന്ന് വീഡിയോ എടുത്ത് നിങ്ങളെ എല്ലാവരെയും അറിയിക്കും. ഈ സാമ്പത്തികമായി സഹായിച്ചതിന് ഒരുപാട് നന്ദി ഉണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറകളെയും സഹായിച്ചിട്ടുള്ള, പ്രാർത്ഥിച്ചിട്ടുള്ള, ഷെയർ ചെയ്തിട്ടുള്ള എല്ലാവരുടെ തലമുറകളെ കർത്താവ് പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ തന്നെ പാസ്റ്റർക്കും ദൈവം പൂർണ്ണമായ സൗഖ്യം നൽകട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ ഈ ചെയ്യുന്ന കാര്യങ്ങൾ നിസ്സാരമായൊരു കാര്യമല്ല. നമ്മളുടെ ഈ ശുശ്രൂഷ കൊണ്ട് ഒരുപാട് പേരുടെ കണ്ണുനീരൊപ്പാൻ നമുക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. ആ ദിവാസൻ കിടന്നിടത്ത് രാത്രി ഞാൻ അവിടെ ചെന്ന് കയറിയത് വീടിൻ്റെ പുറകുവശത്തോടാണ്. മുൻവശത്ത് വെള്ളമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞതിന് ശേഷം, ഞാൻ പോന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ ശക്തമായ മഴ പെയ്തു. അങ്ങനെ വരുമ്പോൾ വീടിൻ്റെ ഉള്ളിൽ പോലും വെള്ളം കയറി കിടക്കുമ്പോൾ ആ കട്ടിലേലാണ് ആ ദിവാസൻ അനങ്ങാൻ പറ്റാതെ കിടന്ന സാഹചര്യങ്ങൾ. എന്തായാലും അനുഗ്രഹിക്കപ്പെട്ടതായൊരു വീടാണ് ഇവിടെ വാടകയ്ക്ക് ലഭിച്ചത്. അതിനും സഹായിക്കുന്നതായ പ്രിയ അങ്കിളിന്, ആർക്ക് പേര് പറയുന്നത് ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ട്, ആർക്കൊന്നല്ല, ഈ സഹായിക്കുന്ന പ്രിയമുള്ളവർക്ക് ആരും അവരുടെ പേര് പറയുന്ന താല്പര്യമില്ല. അതുകൊണ്ട് അങ്കിളുടെ പേര് പറയുന്നില്ല. വീട് പണി നടത്തിയിരുന്നതുവരെ ഈ ഭവനത്തിൻ്റെ വാടക അങ്കിള് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ദൈവം ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അങ്കിളിനും എല്ലാവർക്കും പ്രത്യേകമായുള്ള നന്ദി, സഹായിച്ചിട്ടുള്ള എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പക്ഷേ എന്തെങ്കിലും പറയാനുണ്ടോ ഇനി? അവരുടെ വീട് എടുത്ത് തന്ന വാടക കൊടുക്കുന്ന സാറിനും കുടുംബത്തിന് എൻ്റെ പ്രത്യേക നന്ദി. ഇങ്ങനൊരു സൗഭാഗ്യം കിട്ടിയത് വലിയ സന്തോഷം. എന്തായാലും തണുപ്പിൽ നിന്നും വെള്ളത്തിൽ നിന്നും കയറാൻ പറ്റിയല്ലോ. ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ ആൻറ്റി. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ മാനിക്കട്ടെ. നിങ്ങളുടെ വീട് കർത്താവ് താമസിച്ച് എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് അതിൻ്റെ പണി ചെയ്ത് കണ്ട് നിങ്ങളതിൽ കയറിക്കൂടി അതിൽ ആ വീട് നിങ്ങൾ സമർപ്പിക്കുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി സന്തോഷമുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. എഴുന്നേക്കണ്ട വേണ്ട, എഴുന്നേക്കണ്ട. സ്തോത്രം. ഇപ്പൊ നമ്മൾ പാസ്റ്റർക്ക് വേണ്ടിയിട്ട് വീട് ഇതാണ്. പാസ്റ്റർക്ക് വേണ്ടി നമ്മളിപ്പോൾ എടുത്ത വീട് ഇതാണ്. ഇനി പണി ഇതിന് പൂർത്തീകരിക്കുന്നിടം വരെ പ്രിയ കർത്തദാസൻ വാടകയ്ക്കാണ്. കർത്തദാസൻ ഇത് താമസിക്കട്ടെ. വളരെ കേടുപാടുകൾ നിറഞ്ഞ ഒരു സ്ഥലത്താണ് പാസ്റ്റർ താമസിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇത്ര മനോഹരമായൊരു ഭവനം വളരെ കുറഞ്ഞ വാടകയ്ക്ക് എന്ന് പറഞ്ഞാൽ 7,000 രൂപയ്ക്ക് നൽകാൻ കർത്താവ് സഹായിച്ചു. ഇനി ആ ഒരു ഭവനം അവിടെ പൂർത്തീകരിച്ച് എത്രയും പെട്ടെന്ന് മാറാനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും പ്രത്യേകമായ നന്ദി ഉണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.